വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ ചാനലിൽ പ്രഗ്നന്റ് ആയി എന്ന് ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും പലരും അവരോട് ചോദിക്കാറുണ്ട് എന്തെല്ലാം ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായതെന്നുള്ളതിനെ പറ്റിയിട്ട്. അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവരൊക്കെ കുറെ ലക്ഷണങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ മെജോറിറ്റി ആളുകളും പറഞ്ഞിട്ടുള്ള ഏകദേശം ഒരു 5 ലക്ഷണങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 12 ദിവസത്തിന് ശേഷമായിരിക്കും. അതായത് ഓവുലേഷൻ കഴിഞ്ഞ് 6 മുതൽ 12 ദിവസത്തിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഇംപ്ലാന്റേഷൻ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് വിസിബിൾ ആവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും HCG ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും ശരീരത്തിൽ വളരെയധികം കൂടുന്നത്. അതുകൊണ്ട് അതിനുശേഷം മാത്രമേ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾ ഒട്ടും തന്നെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പീരിയഡ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും കേട്ടോ. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് പീരിയഡ് ഡേറ്റിൽ തന്നെ ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് വന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയി എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ പീരിയഡ്സ് വരുന്നുണ്ടോ എന്നുള്ളതല്ല കാര്യം, പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് എത്രത്തോളം ഉണ്ട്, പെയിൻ എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ആളുകൾ പറയുന്ന ഒരു ലക്ഷണമാണ് അവരുടെ വയറ് കുത്തുന്നത് പോലെ തോന്നുക എന്നുള്ളത്. വയറ് കുത്തുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ലക്ഷണമാണ്. വയറ് കുത്തുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നാഭിക്ക് താഴെയായിട്ട് ലോവർ അബ്ഡമൻ ഭാഗത്ത്, അതായത് നമ്മുടെ പൊക്കിളിന് നേരെ താഴെയായിട്ടുള്ള ഭാഗത്താണ് ഈ ഒരു സെൻസേഷൻ കൂടുതൽ അനുഭവപ്പെട്ടു എന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ. ചിലർക്ക് നേരെ താഴെയുള്ള ഭാഗത്തും മറ്റു ചിലർക്ക് വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ടും ഈ ലക്ഷണം അനുഭവപ്പെടാറുണ്ട്. നമുക്ക് ഒരു സൂചി വെച്ച് നമ്മൾ അങ്ങനെ കുത്തുമ്പോഴേക്കും ഒരു സെൻസേഷൻ നമുക്ക് ഉണ്ടാവില്ല. കുറച്ചു നേരം, ഒരു 2 സെക്കൻഡ് ആയിരിക്കും ഈ ഒരു സെൻസേഷൻ ലാസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഒരുപാട് നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വേദനയായിരിക്കില്ല. മാക്സിമം ഒരു 3-4 മിനിറ്റ്. അതിനുശേഷം പിന്നെയും വരും. അങ്ങനെ റെക്കറന്റ് ആയിട്ട് നമുക്കിത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്, അതായത് നമ്മുടെ ആ ഒരു എംബ്രിയോ വളരുന്നതിനനുസരിച്ച് നമ്മുടെ യൂട്രസിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു പ്രോസസ്സ് അങ്ങോട്ട് നടക്കുമ്പോഴേക്കും, ഈ ഒരു എൻലാർജ്മെന്റ് അങ്ങോട്ടേക്ക് നടക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രഷർ അതിന് ചുറ്റുമുള്ള മസിൽസിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകും. ആ ഒരു പെയിൻ ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നത്. ഒന്ന് കുത്തുന്നത് പോലെയുള്ള ഒരു വേദന. മറ്റു ചിലർക്ക് കൊളുത്തി വലിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൊളുത്തി വലിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ലക്ഷണം പറയുന്നില്ല, എല്ലാവരും കുത്തുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ആ ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് ഇപ്പൊ ഒരുപാട് പേര് പറയുന്ന ഒരു ലക്ഷണമാണ് അവരുടെ പൾസ് റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട്. പൾസ് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് കുറേം കൂടി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. നേരത്തെ എത്രയാണോ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായത് അതിനേക്കാളും കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഈ പമ്പിങ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് അതിനനുസരിച്ച് നമ്മുടെ പൾസ് റേറ്റിലും വ്യത്യാസം ഉണ്ടാകും. ഹാൻഡ് പൾസ് ചെക്ക് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, പൾസ് റേറ്റ് നോക്കിയപ്പോഴേക്കും 102 കിട്ടി, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയി എന്നതിനെ പറ്റിയിട്ട്. ഒരുപാട് പേര് ആ ഒരു ലക്ഷണം പ്രഗ്നൻസിക്ക് മുൻപായിട്ട് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി നിങ്ങൾക്ക് കാണണമെങ്കിൽ ദിജോസ് വേൾഡ് ഹാൻഡ് പൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ HANDPULSE ഹാൻഡ് പൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ടു നോക്കാട്ടോ. ലിങ്ക് ഞാനിവിടെ കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആ ലക്ഷണവും ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു രക്തയോട്ടം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു വീക്കിൽ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടു നോക്കുക. ദിജോസ് വേൾഡ് വജൈനൽ ഡിസ്ചാർജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ഏറ്റവും ആളുകൾ കൂടുതൽ പറയുന്ന ഒരു ലക്ഷണമാണ് തലവേദന എന്ന് പറയുന്നത്. തലവേദനയും ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തലവേദന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. കാരണം പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഹോർമോൺ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് ഹോർമോൺസിന്റെ ഒരു റൈസ് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ കൂടാറുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കൂടുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ
വെയിൻസ് ഒക്കെ നോർമൽ ആയിട്ട് ഇങ്ങനെ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് ഫോഴ്സിലാവുമ്പോഴേക്കും വെയിൻസ് ഒക്കെ ഒന്ന് എൻലാർജ് ആവേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനൊരു എൻലാർജ്മെന്റ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് തലയിൽ വേദനയും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ തന്നെ ഈ ഒരു തലവേദനയെ ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണവും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം പെട്ടെന്നൊരു തവണ നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവരെ ഒരുപാട് നേരം വെയിലത്തൊന്നും നിൽക്കാതെയൊക്കെ പെട്ടെന്ന് നമുക്ക് തലവേദന വരുന്നു അല്ലെങ്കിൽ പോകുന്നു, അങ്ങനെ ഒരു ദിവസത്തിൽ ഒരുപാട് തവണയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസങ്ങളിലോ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു ലക്ഷണം കാണുന്നുണ്ട് െങ്കിൽ അത് വിയേർഡ് ആണെങ്കിൽ കൂടി തന്നെയും പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ലക്ഷണമാണ്. ആ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഈ തലവേദന കാണുന്നുണ്ടെങ്കിൽ അതിനൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെയിൻ കില്ലേഴ്സ് ഒന്നും എടുക്കാതിരിക്കുക കേട്ടോ. തലവേദന വന്നു കഴിഞ്ഞാൽ പെയിൻ കില്ലേഴ്സ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തലവേദന വന്നു കഴിഞ്ഞാൽ. ഒരിക്കലും പെയിൻ കില്ലേഴ്സ് പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോഴോ പ്രഗ്നന്റ് ആകുന്ന സമയത്തോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ എടുക്കാനായിട്ട് പാടില്ല. പണ്ടൊരിക്കലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പ്രിസ്ക്രിപ്ഷൻ അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടോ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടോ നമ്മൾ എടുക്കുന്ന പെയിൻ കില്ലേഴ്സ് ഒന്നും കുഴപ്പമില്ല. നേരെ മറിച്ച് അതൊന്നും പറയാതെ നമ്മൾ എടുക്കുന്ന പെയിൻ കില്ലേഴ്സ് ഒരിക്കലും പ്രഗ്നൻസിയുടെ സമയത്ത് നല്ലതല്ല. നമ്മുടെ ഹോർമോൺസ്, റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും അല്ലെങ്കിൽ ഓവുലേഷൻ ഫെയിൽ ആകാനായിട്ടും ഒക്കെ അത് കാരണമാകും കേട്ടോ. അപ്പൊ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണങ്ങളെയൊക്കെ നമുക്ക് ഒട്ടും തന്നെ ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക, ഒരുപാട് ഭക്ഷണങ്ങളുടെ സ്മെല്ല് പിടിക്കാതെ വരിക, അല്ലെങ്കിൽ കഴിക്കുന്നത് ഇഷ്ടാവാതെ വരിക, അങ്ങനെയുള്ള ടെൻഡൻസീസ് തുടർച്ചയായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ഭക്ഷണത്തിനോടും ഒരു താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക, ഒരുപാട് നാളുകളായിട്ട് ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളോട് പെട്ടെന്നൊരു താല്പര്യം വർദ്ധിക്കുക, ഇതെല്ലാം ഒരുപാട് സമയങ്ങൾ ഒരുപാട് പേര് പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് പീരിയഡ്സ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നിങ്ങൾ ജസ്റ്റ് ശരീരം ശ്രദ്ധിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ശരീരത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കണം. ധാരാളം വെള്ളം കുടിക്കണം, കൃത്യമായിട്ട് ഉറങ്ങാനും എഴുന്നേക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സ് അതുപോലെ പാല്, മുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ടൈം പീരീഡിൽ ഒന്നും തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യരുത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.